ഇന്ന് തലയും ചാള ഫ്രൈ ആണ്, നെയ്ച്ചാള. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇതിലോട്ട് ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ചേർത്ത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗരം മസാല പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് എല്ലാം വിരവിയിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം, തേച്ച് പിടിപ്പിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് അനക്കട്ടെ. ചട്ടി അനന്ന് വരണ വെള്ളം കിടക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഇന്നലെ ഞാനും മോനും കൂടെ വൈകിട്ട് മാർക്കറ്റിൽ പോയി മേടിച്ചതാണ്. നല്ല നെയ്ച്ചാള. പക്ഷേ 100 രൂപയ്ക്ക് 10 എണ്ണം 9 എണ്ണം കൊണ്ടേ ഉള്ളായിരുന്നു. അപ്പം മീന് വിലയില്ല. അങ്ങനെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്ച്ചാള. എന്നിട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഈ തലയും ചാളയല്ലേ, അപ്പം നെയ്ച്ചാള ആകുമ്പോൾ കുറച്ച് എണ്ണ മതി. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. കണ്ട തലയിരിക്കണണ്ട മീൻ്റെ. ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം കൂടെ നമുക്ക് എന്തൊരു ചെയ്യാം. 2 തലക്കുട്ടന്മാരെ എടുക്കാം. ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തലക്കുട്ടന്മാരെ നമുക്ക് ഇതിലോട്ടൊന്ന് വരവാം. ഈ മൊരിഞ്ഞ തല തിന്നാനുണ്ടല്ലോ, എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. ഈ മൊരിഞ്ഞ് വരുന്ന തല അതിങ്ങോട്ട് ഇതാക്കി ആ ഞെവളേര ഇടയിലോട്ട്, കവിളിൻ്റെ ഇടയിലോട്ടൊക്കെ ഇങ്ങനെ ആക്കി. ഇത് നമ്മൾ ലാസ്റ്റ് അല്ലേ എടുത്തത് തല. അപ്പം നമുക്കെന്ത് ചെയ്യാം, ലേശം ഉപ്പ് ഇതിലോട്ട് കുടഞ്ഞു കൊടുക്കാം. ബാക്കിയെല്ലാം അതിൽ ചേർന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തല അടിപൊളിയായിട്ട് കിടക്കണ്ട. എന്നിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ഉള്ളിയെല്ലാം കൂടെ ചതച്ചത് മുകളിലോട്ട്. ഒരുപാട് മൊരിയണ്ടേ? കുറച്ച് മതിയല്ലേ. മോന് മൊരിയണം. പക്ഷേ അവന് ഇത് ഈ നെയ്ച്ചാള മൊരിഞ്ഞാൽ കൊള്ളൂല. ഇനി എന്ത് ചെയ്യാം, കറിവേപ്പില മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പൊട്ടണണ്ട. എനിക്ക് മൂക്കണ ഇങ്ങനെ മതിയാ. ഇപ്പൊ ഞാൻ മറിച്ചിട്ട് ഒരു സൈഡ് മതിയല്ലേ. എന്നിട്ട് തല നല്ലോണം മൊരിയണം. ഇതിലല്ലേ കൊള്ളാവൂ. ഈ തല മൊരിഞ്ഞാലേ കൊള്ളാവൂ. അത് കടിച്ച് ഇല്ല കടുമുട്ട് പറഞ്ഞോണ്ട് ഇതെല്ലാം ഒരു മൊരിഞ്ഞ സൗണ്ട്. കരിക്കണില്ല, ചെറിയ തീയിലല്ലേ ഇട്ടേക്കണ. എന്നാലും മോൻ ഇത്തിരി കൂടെ മൂക്കണം, ഇല്ലെങ്കിൽ അവൻ പറയും. പക്ഷെ ഈ നെയ്ച്ചാള ഇങ്ങനെ ആയാലേ കൊള്ളാവും. ഇതാണ് മറിച്ചിട്ട പരുവം. കരിയപ്പല എല്ലാം ഇട്ടിട്ടുണ്ട്. മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഫ്രൈ ആക്കി നോക്കണം. ഇതിൽ ചേർത്തിരിക്കണേന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, പിന്നെ ഇത് മൂത്ത് വരാറാകുമ്പോൾ കറിവേപ്പില. ടാറ്റാ.